ഉപജീവന മാർഗത്തിന് പോലും വഴിയില്ലാതെ കഴിയുന്നവരെ കാത്തിരിക്കുന്നത് ഭീമമായ വായ്പാ തിരിച്ചടവാണ്. ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപടി ഒന്നുമായില്ലെന്ന് ദുരന്തബാധിതർ പറയുന്നു. വീടെന്ന സ്വപ്നം ലക്ഷ്യമാക്കിയാണ് ചിലർ വായ്പയെടുത്തത്. വിദ്യാഭ്യാസമായിരുന്നു ചിലരുടെ ലക്ഷ്യം. ഉപജീവനത്തിനായി പല മാർഗങ്ങൾ തേടുന്ന വഴിക്ക് കടം വാങ്ങിയും ബാങ്ക് വായ്പയെടുത്തും സ്വരുക്കൂട്ടിയതെല്ലാം എടുത്തും വിവിധ കച്ചവടങ്ങൾ തുടങ്ങിയവരുമുണ്ട്. ഇതെല്ലാമാണ് ഒരു രാത്രി ഉരുളെടുത്തത്. ഇനി ഒന്നും ബാക്കിയില്ല. ബാക്കിയായത് വായ്പ എന്ന ബാധ്യത മാത്രം. വിദ്യാഭ്യാസ ലോൺ മോനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തിരിച്ചടയ്ക്കാൻ വേണ്ടി സെൻട്രൽ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചടച്ചു. പിന്നെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ വേറൊരു ജോലി ഇല്ലാതെ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഈ ലോൺ ഇനിയിപ്പോൾ തിരിച്ചടയ്ക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്നുള്ളത് ദുരന്തബാധിതർ നേരത്തെ തന്നെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ജനപ്രതിനിധികളും ഈ വിഷയം ഒന്നടങ്കം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതുവരെ അനുകൂല നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് ദുരന്തബാധിതർ പറയുന്നു. തിരിച്ചടവ് പിന്നെ പേഴ്സണൽ ലോൺ നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് എടുത്തത് എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു കൊല്ലം, ഇതെല്ലാം പറഞ്ഞ പോലെ ഒരു കൊല്ലം തന്നെ നീട്ടി വെക്കും. അത് കഴിഞ്ഞ് വീണ്ടും തുടർച്ചയായിട്ട് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. നമുക്കൊരു നിവൃത്തിയും കാണുന്നില്ല. അപ്പോൾ ലോൺ തള്ളിപ്പോകാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ സർക്കാർ ഭാഗത്തുനിന്ന് നമുക്ക് കാണണം. സർക്കാർ പുനരധിവാസം, സന്നദ്ധ സംഘടനകളുടെ സഹായം എല്ലാം തന്നെ പുരോഗമിക്കുന്നു. ദൈനംദിന ചിലവിനടക്കം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. ഒപ്പമാണ് എല്ലാം സാധാരണ നിലയിലായാലും ഭീമമായ തുകകളുടെ വായ്പ തങ്ങളെ കാത്തിരിക്കുന്നു എന്ന ഭീഷണി ദുരന്തബാധിതർ നേരിടുന്നത്. അതേസമയം കേരള ബാങ്ക് മാത്രമാണ് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളിയിട്ടുള്ളത്. മീഡിയ 1 വയനാട്.